ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ SITയുടെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടാൻ ഇടി. ദേവസ്വം ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ് ഉൾപ്പെടെ കൂടുതൽ രേഖകൾ ഇമെയിലിലൂടെ തേടും. കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും SITക്ക് ലഭിച്ചിട്ടില്ല. ഇക്കാര്യം SIT രേഖാമൂലം അറിയിച്ചാൽ ലഭ്യമല്ലാത്ത രേഖകൾ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടക്കും. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ചക്കുള്ളിൽ ഇഡി ECIR രജിസ്റ്റർ ചെയ്യും. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, അതിനിർണായകമായ നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. അതേസമയം SITയുടെ ഭാഗത്തിന് കൃത്യമായ സഹകരണമുണ്ടാകണം. അന്വേഷണത്തിൻ്റെ രേഖകളടക്കം ഹാജരാക്കണം. ഈ നടപടികളിലേക്ക് കടക്കുകയാണ്, ആ രേഖകളെ കാത്തിരിക്കുകയാണ് ഇഡിയും, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കരസ്ഥമാക്കിയത് തന്നെ ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ SITO ഈ കാര്യത്തിൽ ഇഡിയുടെ ഇടപെടലിനെ അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നീക്കങ്ങളെ തടയാനുള്ള ശ്രമമാണ് നടത്തിയത്. ഒടുവിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ട്, FIR അതുപോലെ തന്നെ അറസ്റ്റിലായവരുടെ മൊഴികൾ എന്നിവയാണ്. പക്ഷേ ഈ പ്രതികളിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ തെളിവുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ചില രേഖകൾ SIT കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഇഡി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ മുഖേന SITയുമായി ബന്ധപ്പെടും. ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ ഇഡിക്ക് നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് SITക്ക് തന്നെ ഇത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ, രേഖകൾ കയ്യിലില്ല എങ്കിൽ സ്വന്തമായ ആ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇഡി നടത്തും എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ കൂടുതൽ വിശാലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. നിലവിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയാണ് ഈ SIT നൽകിയിരിക്കുന്ന രേഖകളിൽ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് യോഗങ്ങളുടെ പകർപ്പ്, അതായത് അതുപോലത്തെ അത്തരത്തിലുള്ള മിനിറ്റ്സുകളുടെ പകർപ്പടക്കമുള്ള വിവരങ്ങളാണ്, അത്തരം രേഖകളാണ് അനിവാര്യമായിട്ടുള്ളത്. അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അറസ്റ്റ് ചെയ്തവരെ ഇഡി അവരുടെ വകുപ്പുകൾ കൂടി ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് തുടർന്ന് ജാമ്യം കിട്ടുന്നതടക്കമുള്ള നടപടികൾ കൂടുതൽ സങ്കീർണമാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലിപ്പോൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള ഇഡിയുടെ പരിധിയിൽ വരുന്ന ചില വകുപ്പുകൾ കൂടി ചുമത്തി അന്വേഷണം കൂടുതൽ വ്യാപകമാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ചയോടെ ഇഡി ഇത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് കടക്കും. അതിനു മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൂടി, അനിവാര്യമായിട്ടുള്ള രേഖകൾ കൂടി ചോദിക്കുന്നത്. അവ നൽകാൻ SIT തയ്യാറായിട്ടില്ലെങ്കിൽ സ്വന്തമായി കണ്ടെത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇഡിയുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SITയുടെ രേഖകളിൽ ചില സംശയങ്ങളല്ല, ചില അപര്യാപ്തകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അതായത് അത് വിരൽ ചൂണ്ടുന്ന മറ്റൊന്നു കൂടിയാണ്. SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി അടക്കം പല വിധത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. രേഖകൾ ശേഖരിക്കുന്നതിൽ SITക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇഡിയുടെ ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, അതിനിർണായകമായ നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. രേഖകൾ SITയുടെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.